വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് എക്സിക്യൂട്ടിൻ്റെ സീരീസ് 1 ആണ് നോക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a device which is used to boost the signals between two cable signals or wireless access point. അപ്പോൾ എന്താ ചോദ്യം? ഒരു ഡിവൈസ് എന്തിനാണ്? സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാനോ, അതായത് കേബിൾ സെഗ്മെൻറ്റ്സ് തമ്മിലുള്ള സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ അഥവാ വയർലെസ് ആക്സസ് പോയിന്റ്സ് തമ്മിലുള്ള സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ്. ഓക്കെ, ജനറലി ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു ബൂസ്റ്റ് ദ സിഗ്നൽസ് ആണ്. ഏത് ഡിവൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഓപ്ഷൻ എ ബൂസ്റ്റർ, ഓപ്ഷൻ ബി റിപ്പീറ്റർ, ഓപ്ഷൻ സി സ്വിച്ച്, ഓപ്ഷൻ ഡി റൂട്ടർ. ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിതിൽ ആൻസർ എന്താ നമുക്ക് പറയാം. സോ എന്താണ് ഒരു ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെ ഒരു ബൂസ്റ്റർ എന്നൊരു സാധനം ഉണ്ടോ? വാട്ട് ഇസ് ദെൻ ബൂസ്റ്റർ ഇസ്? എന്തിനാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ, സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നെറ്റ്വർക്കിൽ നമുക്ക് ബൂസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ദർ ഇസ് നോ അങ്ങനെ ഒരു ബൂസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറില്ല. സോ ബൂസ്റ്റർ അല്ല അതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് റിപ്പീറ്റർ. റിപ്പീറ്റർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. റിപ്പീറ്റർ ഇൻ നെറ്റ്വർക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? നോർമലി സിഗ്നൽസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുക. അതായത് ഒരു സിഗ്നലിന് ഇത്ര ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. സോ ഈ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സിഗ്നൽസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്സ്റ്റെൻഡ് വരയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിഗ്നൽ നോർമലി പോകാൻ പറ്റും. അപ്പോൾ റിപ്പീറ്റർ യൂസ് ചെയ്തിട്ട് അത് എൻഹാൻസ്ഡ് ആയിട്ട് നമുക്ക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിപ്പീറ്റർ. റിപ്പീറ്റർ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തതാണ് എന്ത്? സ്വിച്ച്. സ്വിച്ച് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സ്വിച്ചിൻ്റെയൊക്കെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ എന്താണ് ഒരു സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ സ്വിച്ച്? സ്വിച്ച് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എനേബിൾ ദി കണക്ഷൻ അല്ലെങ്കിൽ ടു എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഡിവൈസസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ചസ് ഉപയോഗിക്കുക അല്ലേ? രണ്ട് ഫോർമാറ്റ് ഉണ്ടാവും, ഓണും അതുപോലെ ഓഫും. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യണോ എങ്കിൽ ഓണോ, അങ്ങനെ നമ്മൾ ആ ഒരു ഡെസിഷൻ ടേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ചസ് നമ്മൾ ഉപയോഗിക്കാറ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൂട്ടേഴ്സ്. നമ്മൾ റൂട്ടേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുക? റൂട്ടേഴ്സ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആർ ബീൻ യൂസ്ഡ് ടു എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു നമ്മൾ ഡാറ്റ പാക്കറ്റ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈസ് എന്ത് ചെയ്യും? രണ്ടോ മൂന്നോ പാക്കറ്റ്സ് വെച്ചിട്ട് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ സബ് നെറ്റ്വർക്കുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ടേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഏതാണെന്നാണ് തോന്നുന്നത് ഒരു ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആക്ച്വലി ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റർ ആണ്. എന്താണ് ആൻസർ ചെയ്തവർ? റിപ്പീറ്റർ ആണ് നമ്മൾ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾ. ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസുമായിട്ട് നമുക്ക് നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി ഹബ്ബ്, ഓപ്ഷൻ സി ഗേറ്റ്വേസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് പ്രോക്സി സെർവർ. ഏതാണ് നമ്മൾ പ്രോട്ടോകോൾസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്? Gateways. Gateways are the devices that we are used to connect the network with the different protocols. In a device that provides a central connection point for a cable is ഒരു സെൻട്രൽ കേബിളിന് ഒരു സെൻട്രൽ കണക്ഷൻ പോയിന്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി ഹബ്ബ്, ഓപ്ഷൻ സി ഗേറ്റ്വേ, ഓപ്ഷൻ ഡി പ്രോക്സി സെർവേഴ്സ്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഹബ്ബാണ്. നമ്മൾ നെറ്റ്വർക്ക്സിനകത്ത് നമ്മൾ സെൻട്രൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഹബ്ബാണ്. ഹോപ്പ്ഫുള്ളി നമ്മൾ ടോപ്പോളജി, നമ്മൾ സ്റ്റാർ ടോപ്പോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഹബ്ബായിരിക്കും. നമ്മൾ പറയുന്നത് ഹബ്ബിൽ നിന്നാണ് വേരിയസ് ആയിട്ടുള്ള കണക്ഷൻസ് നമ്മൾ പോവുക. എക്സാമ്പിൾ നമ്മൾ സ്റ്റാർ ടോപ്പോളജീസ് പഠിക്കുന്നത് നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് എ നമ്പർ ഓഫ് ലാൻസ്. കുറേ നമ്പർ ഓഫ് ലാനുകൾ നമ്മൾ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ഡിവൈസ് യൂസ് ചെയ്യുക എന്നുള്ളത്? റൂട്ടർ ആണോ, റിപ്പീറ്റർ ആണോ, ബ്രിഡ്ജ് ആണോ, സ്വിച്ച് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വന്നിട്ട് റൂട്ടർ ആണ്. റൂട്ടർ ഈസ് ദി ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ ഡിവൈസസ് ഇൻ ദി നെറ്റ്വർക്ക്. നെറ്റ്വർക്കിനകത്ത് നമ്മൾ ഡിവൈസസ് തമ്മിൽ വേരിയസ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? റൂട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് റൂട്ടേഴ്സ് ആർ ദെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ടൈപ്പ് ഓഫ് റൂട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്? 1, 2, 3, 4. 4 ഓപ്ഷനാണുള്ളത്. ഇതിൽ എത്ര ടൈപ്പ് ഓഫ് റൂട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്നാണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് റൂട്ടേഴ്സ് അവൈലബിൾ. സ്റ്റാറ്റിക് റൂട്ടേഴ്സും അതുപോലെ തന്നെ ഡൈനാമിക് റൂട്ടേഴ്സും.
രണ്ട് ടൈപ്പ് ഓഫ് റൂട്ടേഴ്സ് ആണ് ജനറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, സ്റ്റാറ്റിക് റൂട്ടേഴ്സും അതുപോലെ തന്നെ ഡൈനാമിക് റൂട്ടേഴ്സും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ലെയർ ദ ബ്രിഡ്ജ് ഡിവൈസ് ഓപ്പറേറ്റ്സ്, ഏത് ലെയറിലാണ് ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡാറ്റ ലിങ്ക് ലെയർ, ഓപ്ഷൻ ബി ഫിസിക്കൽ ലെയർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഡാറ്റ ലിങ്ക് ലെയറും അതുപോലെ തന്നെ ഫിസിക്കൽ ലെയർ, ആ രണ്ട് ലെയേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രിഡ്ജ് നെറ്റ്വർക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. So hope you understood the question and answers. Thank you. Next question. Different types of communications that are supported in switches are. അതായത് switches support ചെയ്യുന്ന kind of network communication തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ unicast communication, ഓപ്ഷൻ ബി multicast communication, option C broadcast communication and option D is all of these. ഈ തന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻസിൽ ഏതൊക്കെ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് സ്വിച്ചസ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ യൂണികാസ്റ്റ് കമ്മ്യൂണിക്കേഷനും മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസും ഈ പറയുന്ന സ്വിച്ചസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അപ്പൊ എന്താണ്, സ്വിച്ചസ് ഏതൊക്കെ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്? unicast communication, multicast communication, broadcast communication. ഇത് മൂന്ന് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് സ്വിച്ചസ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dash is a network device that is used to segment the networks into different subnetworks called as subnets. അതായത് ഏത് നെറ്റ്വർക്ക് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെറ്റ്വർക്കിനെ സെഗ്മെന്റ് ചെയ്തിട്ട് ഡിഫറെന്റ് സബ് നെറ്റ്വർക്ക്സ് അഥവാ സബ്നെറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് നെറ്റ്വർക്ക് ഡിവൈസ് കൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി റൗട്ടർ, ഓപ്ഷൻ സി ഹബ്ബ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് മോഡം. ഈ പറഞ്ഞിരിക്കുന്ന 4 ഡിവൈസിൽ നിന്നും ഏത് ഡിവൈസ് ആണ് അതായത് ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റ് ചെയ്തിട്ട് സബ് നെറ്റ്വർക്ക്സ് ആക്കിയിട്ട് മാറ്റാൻ നമ്മളെ സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് വേണ്ടത്? സ്വിച്ചസ്, റൗട്ടർ, ഹബ്ബ്, മോഡം. ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ സ്വിച്ച് ആണ് കേട്ടോ. സോ സ്വിച്ച് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് സബ് നെറ്റ്വർക്ക് ആയിട്ട് മാറ്റാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? സ്വിച്ച് ആണ്. Switching techniques. The switching techniques that are classified into dash categories. എത്ര കൈൻഡ് ഓഫ് കാറ്റഗറീസിലാണ് നമ്മൾ സ്വിച്ചിങ് ടെക്നിക്സിനെ ക്ലാസിഫൈ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. അപ്പൊ എത്ര കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ സ്വിച്ചിങ് ടെക്നിക്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 3 ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കാറ്റഗറീസ്? സർക്യൂട്ട് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ് ആൻഡ് ദെൻ പാക്കറ്റ് സ്വിച്ചിങ്. അപ്പൊ സ്വിച്ചിങ് ടെക്നിക്സ് 3 തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സർക്യൂട്ട് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ്, അതുപോലെ തന്നെ പാക്കറ്റ് സ്വിച്ചിങ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A dash is a networking device that forwards data packets between computer networks. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് തമ്മിൽ ഡാറ്റ പാക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് തമ്മിൽ ഡാറ്റ പാക്കറ്റ്സ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ router, option B modem, option C hub and option D is switch. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ഡേറ്റ പാക്കറ്റ്സിനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് റൗട്ടർ ആണ്. സോ ദ റൗട്ടർ ഇസ് ദാറ്റ് നെറ്റ്വർക്ക് ഡിവൈസസ് that helps to forward the data packet between the computer networks. So here the answer is router ആണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? റൂട്ടർ. ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of this is not a function of router? റൂട്ടറിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ റൂട്ടറിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫോർവേഡിംഗ്, ഓപ്ഷൻ ബി റൗട്ടിംഗ്, ഓപ്ഷൻ സി നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ NAT, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് പാക്കറ്റ് സ്വിച്ചിങ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ റൗട്ടറിന്റെ അല്ലെങ്കിൽ റൂട്ടറിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർവേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് റൂട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൂട്ടിംഗ്. റൂട്ടിംഗ് എന്ന് പറയുന്നത് റൂട്ടറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷനും ഈ പറയുന്ന റൂട്ടറിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. പാക്കറ്റ് സ്വിച്ചിങ്. പാക്കറ്റ് സ്വിച്ചിങ് റൂട്ടറിന്റെ ഫംഗ്ഷൻ ആണോ? അല്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സ്വിച്ചിങ് ടെക്നിക് ദാറ്റ് ഇസ് ഡൺ ബൈ ദ സ്വിച്ചസ് അല്ലേ. സോ അതുകൊണ്ട് ഈ പറയുന്ന പാക്കറ്റ് സ്വിച്ചിങ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. പാക്കറ്റ് സ്വിച്ചിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് റൂട്ടർ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പാക്കറ്റ് സ്വിച്ചിങ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹബ് ഈസ് നോൺ ആസ്. ഹബിനെ നമ്മൾ എന്താണ് പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്റലിജന്റ് ഡിവൈസ്, ഓപ്ഷൻ ബി ഡംബ് ഡിവൈസ്, ഓപ്ഷൻ സി ബ്രേവ് ഡിവൈസ്, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദീസ്. അപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്ന ഓപ്ഷനിൽ ഏത് കൈൻഡ് ഓഫ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഹബിന്റെ വേറൊരു പേരെന്താണ്, അല്ലെങ്കിൽ ഹബിനെ നമ്മൾ വേറെ എന്തായിട്ടാണ് അറിയപ്പെടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹബ് ഒരു ഇന്റലിജന്റ് ഡിവൈസ് ആണോ, ഒരു ഡംപ് ഡിവൈസ് ആണോ, ഒരു ബ്രേവ് ഡിവൈസ് ആണോ, അതോ ഇതൊന്നും അല്ലേ ഹബ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹബ് എന്ന് പറയുന്ന ഒരു ഡംപ് ഡിവൈസ് ആണ് കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഹബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡംപ് ഡിവൈസ്. ഇതൊരു ഡംപ് ഡിവൈസ് ആണ്. അതിന് ഒരു ഇന്റലിജന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് ഇല്ലാത്ത ഒരു ഡിവൈസ് ആണ് എന്ത് ഹബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash is used to connect the signals from different network cables as they do not have any computerized element. Okay, ഏതാണ് ഈ ഡാഷ് എന്ന് പറയുന്ന ഒരു വസ്തു നമ്മൾ സിഗ്നൽസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നെറ്റ്വർക്ക് കേബിൾ തമ്മിലുള്ള സിഗ്നൽസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ദേ ഡു നോട്ട് ഹാവ് എ കമ്പ്യൂട്ടറൈസ്ഡ് എലമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആക്റ്റീവ് ഹബ്ബ്, ഓപ്ഷൻ ബി പാസീവ് ഹബ്ബ്, ഓപ്ഷൻ സി ഇന്റലിജന്റ് ഹബ്ബ്. ഇതിൽ ഏത് ഹബ്ബ് ഉപയോഗിച്ചിട്ടാണ് we used to connect the signals from different networking cables and they do have a computerized element? ആൻസർ എന്ന് പറയുന്നത് പാസീവ് ഹബ്ബ് ആണ് കേട്ടോ. പാസീവ് ഹബിനാണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എലമെന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് നെറ്റ്വർക്ക് കേബിൾസിനെ കണക്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഹിയർ ദ ആൻസർ ഇസ് പാസീവ് ഹബ്ബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MIB സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് MIB യുടെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാനേജ്മെന്റ് ഇൻഫർമേഷൻ ബേസ്, ഓപ്ഷൻ ബി മെമ്മറി ഇൻഫർമേഷൻ ബേസ്, ഓപ്ഷൻ സി മാനേജ്മെന്റ് ഇൻഡസ്ട്രി ബേസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ വാട്ട് ഡസ് ദിസ് MIB സ്റ്റാൻഡ്സ് ഫോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി ആൻസർ ഫോർ ദാറ്റ് ഇസ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ ബേസ്. ഓക്കെ, MIB എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി മാനേജ്മെന്റ് ഇൻഫർമേഷൻ ബേസ് ആണ്. സോ MIB സ്റ്റാൻഡ്സ് ഫോർ management information base, which is option A. Okay, so MIB stands for option A, management information base. Next question, the dash is defined as a networking device that is used to connect the devices that are connected in the network to the internet. അതായത് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസ്, അതായത് നെറ്റ്വർക്കിൽ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി നെറ്റ്വർക്കുമായിട്ട് എനി കൈൻഡ് ഓഫ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിനെ നമ്മൾ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മോഡം, ഓപ്ഷൻ ബി റൗട്ടർ, ഓപ്ഷൻ സി ഹബ്ബ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അതായത് ഓപ്ഷൻ എ മോഡം ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ചെയ്യുക, റൗട്ടർ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ചെയ്യുക, ഹബ്ബ് ഉപയോഗിച്ചിട്ടാണോ ചെയ്യുക, അതോ ഇതെല്ലാം കൊണ്ടും നമുക്ക് ഈ പറയുന്ന ഒരു ഡിവൈസ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് മോഡം ആണ് കേട്ടോ. ഒരു മോഡം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക,
ഡിവൈസ്, അതായത് നെറ്റ്വർക്ക് ഡിവൈസസിനെ നമ്മൾ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? മോഡം ആണ്. ആൻസർ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോഡം ക്യാൻ പെർഫോം ഡാഷ് നമ്പർ ഓഫ് ടാസ്ക് സൈമൾട്ടേനിയസ്ലി. മോഡത്തിന് എത്ര നമ്പർ ഓഫ് ടാസ്ക് സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. അതായത് ഒരു ടാസ്ക് മാത്രമേ അറ്റ് എ ടൈം മോഡത്തിന് ചെയ്യാൻ പറ്റുള്ളൂ, അതോ 2 ടാസ്ക് സൈമൾട്ടേനിയസ്ലി മോഡത്തിന് ചെയ്യാൻ പറ്റുമോ, 3 ടാസ്ക് സൈമൾട്ടേനിയസ്ലി മോഡത്തിന് ചെയ്യാൻ പറ്റുമോ, അതോ 4 ടാസ്ക് സൈമൾട്ടേനിയസ്ലി മോഡത്തിന് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 2 ടാസ്ക് ആണ് മോഡം സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാറ്. മോഡ്യൂലേഷനും ഡീമോഡ്യൂലേഷനും 2 ടാസ്ക് ആണ് ചെയ്യാറുള്ളത്. ഏതൊക്കെയാണ്? മോഡ്യൂലേഷനും ഡീമോഡ്യൂലേഷനും. ഈ 2 ടാസ്കുമാണ് എന്ത് ചെയ്യുക? മോഡം സൈമൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യുക. ഏതൊക്കെയാണ്? മോഡ്യൂലേഷനും അതുപോലെ തന്നെ ഡീമോഡ്യൂലേഷനും. ഇത് രണ്ടും ചെയ്യുന്നത് ആരാണ്? മോഡമാണ് ചെയ്യുക. സൈമൾട്ടേനിയസ്ലി ഈ 2 ടാസ്ക് മോഡത്തിന് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് സബ്നെറ്റിംഗ്? സബ്നെറ്റിംഗിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ടു എക്സ്പാൻഡ് ദി അവൈലബിൾ IP അഡ്രസ്. അതായത് IP അഡ്രസ്, അതായത് അവൈലബിൾ ആയിട്ടുള്ള IP അഡ്രസ്സിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണോ സബ്നെറ്റിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്? അതോ ഓപ്ഷൻ ബി, ടു ഇംപ്രൂവ് നെറ്റ്വർക്ക് പെർഫോമൻസ്, നെറ്റ്വർക്കിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയാണോ, അതോ ടു എൻഹാൻസ് ദി നെറ്റ്വർക്ക് സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുകയാണോ, അതോ to segment a larger network into smaller, more manageable subnets? അതായത് ഒരു വലിയൊരു നെറ്റ്വർക്കിനെ ചെറിയ ചെറിയ സെഗ്മെന്റ് ആക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കുകയാണോ സബ്നെറ്റിന്റെ പ്രൈമറി പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ടു സെഗ്മെന്റ് എ ലാർജർ നെറ്റ്വർക്ക് ഇൻ ടു സ്മോളർ. അതായത് സബ്നെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ടു ഡിവൈഡ് അല്ലെങ്കിൽ ടു സെഗ്മെന്റ് എ നെറ്റ്വർക്ക് ഇൻ ടു സ്മോളർ സബ്നെറ്റ് അല്ലേ. സോ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് സബ്നെറ്റ് മാസ്ക്? തന്നിരിക്കുന്നതിൽ ഏതാണ് വാലിഡ് ആയിട്ടുള്ള ഒരു സബ്നെറ്റ് മാസ്ക് അല്ലാത്തത്? നോട്ട് എ വാലിഡ് സബ്നെറ്റ് മാസ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 255.255.255.0 ആണോ, 255.255.255.128 ആണോ, 255.255.240.0 ആണോ, അതോ 240.255.255.0 ആണോ? ഇതിൽ ഏതാണ് ഒരു വാലിഡ് അല്ലാത്ത സബ്നെറ്റ് മാസ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 240. പോയിന്റ് തന്നെ നമ്മൾ ഡോട്ട് എന്നാണ് കേട്ടോ പറയാ. 240.255.255.0 ഈ ഒരു ഓപ്ഷൻ ഡി ആണ് എന്ത് വാലിഡ് ആയിട്ടുള്ള സബ്നെറ്റ് മാസ്ക് അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് is responsible for routing traffic between subnets? സബ്നെറ്റ്സ് തമ്മിൽ ട്രാഫിക് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്പോൺസിബിളോട് കൂടി കൊടുക്കുന്ന ഒരു ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹബ്, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി റൂട്ടർ, ഓപ്ഷൻ ഡി ഫയർവാൾ. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് ഡിവൈസ് ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള റൂട്ടിംഗ് ട്രാഫിക് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഹബ് ആണോ, സ്വിച്ചസ് ആണോ, റൂട്ടേഴ്സ് ആണോ, ഫയർവാൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി റൂട്ടർ ആണ് കേട്ടോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി റൂട്ടർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് ദി IP അഡ്രസ് ഓഫ് ഫോർ ദ സ്വിച്ച് ഇൻ ദി x.x.x.x ഫോർമാറ്റ് where x is a decimal number between. അതായത് ഒരു IP അഡ്രസ് ഉണ്ട്, ഒരു സ്വിച്ചിന് ഒരു IP അഡ്രസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് x.x.x.x ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമാറ്റിലുള്ള ഈ ഒരു x.x.x.x ഈ ഒരു എക്സിന്റെ വാല്യൂ റേഞ്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 0 and 64 ആണോ, ഓപ്ഷൻ ബി 0 and 32 ആണോ,
ഓപ്ഷൻ സി 0 and 255 ആണോ? ഓപ്ഷൻ ഡി 0 and 192 ആണോ? ഇതിൽ ഏത് റേഞ്ചിലാണ് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ റേഞ്ച് കിടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 0 and 255 ആണ്. ഏതാണ്? 0 and 255. Okay, so the range of the x in the switch in the format x dot x dot x dot x എന്ന് പറഞ്ഞ ഏതാണ്? Range is between 0 and 255. Next question, what is the main purpose of crossover cable? Crossover cable ന്റെ main purpose എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, to connect two computers directly. രണ്ട് കമ്പ്യൂട്ടേഴ്സിനെ direct ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ക്രോസ് ഓവർ കേബിൾസ് ഉപയോഗിക്കാറ്? അതോ to connect the computer to a network hub or a switch, അതായത് ഒരു കമ്പ്യൂട്ടറിനെ അതിന് നെറ്റ്വർക്ക് ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ക്രോസ് ഓവർ കേബിൾസ് ഉപയോഗിക്കാറ്? അതോ to transmit the audio or the video signals, അതായത് ഓഡിയോ വീഡിയോ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ പറയുന്ന ക്രോസ് ഓവർ കേബിൾസ് ഉപയോഗിക്കാറ്? അതോ to provide a power to the device, ഡിവൈസിലേക്ക് പവർ നമ്മൾ സപ്ലൈക്ക് വേണ്ടിയിട്ടാണോ ഈ പറയുന്ന ക്രോസ് ഓവർ കേബിൾസ് ഉപയോഗിക്കാറെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So here the correct answer for the given question is to connect two computers directly. Direct ആയിട്ട് നമ്മൾ രണ്ട് കമ്പ്യൂട്ടറിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ക്രോസ് ഓവർ കേബിൾ ആയി ഉപയോഗിക്കുന്നത്. So to connect the two computers directly, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ക്രോസ് ഓവർ കേബിൾ നമ്മൾ ഉപയോഗിക്കുക. So here the answer is option A. ഇനി next question, in modern networking environments are crossover cables still commonly used? ഇന്നും, അതായത് ഇന്നത്തെ മോഡേൺ നെറ്റ്വർക്കിംഗ് എൻവയോൺമെന്റിൽ ഇന്നും നമ്മൾ ക്രോസ് ഓവർ കേബിൾസ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, യെസ് they are essential for all direct computer connection, അതായത് എല്ലാ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കണക്ഷനും നമ്മൾ എസെൻഷ്യൽ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് ക്രോസ് ഓവർ കേബിൾ എന്ന്. ഇനി ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നോ, മോസ്റ്റ് ഓഫ് ദ ഡിവൈസസ് നൗ ഹാവ് ഓട്ടോ MDIX ടെക്നോളജി എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ ദ ക്രോസ് ഓവർ കേബിൾസ്, അതായത് ക്രോസ് ഓവർ കേബിളിന്റെ ഉപയോഗം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോ MDIX ടെക്നോളജീസ് ഇന്ന് നമ്മൾ കൂടുതൽ ഡിവൈസസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഓൺലി ഫോർ സ്പെസിഫിക് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻസ്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള നെറ്റ്വർക്ക് കോൺഫിഗറേഷന് വേണ്ടി മാത്രമേ നമ്മൾ ഇപ്പോൾ ക്രോസ് ഓവർ കേബിൾസ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൺലി ഫോർ ഓൾഡർ ഡിവൈസസ് ദാറ്റ് ലാക്ക് ഓട്ടോ MDX. ഓട്ടോ MDX നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കൈൻഡ് ഓഫ് ഓൾഡർ ഡിവൈസസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നും ഈ പറയുന്ന ക്രോസ് ഓവർ കേബിൾസ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ഡിവൈസുകളിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല? ഈ പറയുന്ന ക്രോസ് ഓവർ കേബിൾസ് ഉപയോഗിക്കുന്നില്ല. ബിക്കോസ് വി ഹാവ് ദിസ് ഓട്ടോ MDIX ടെക്നോളജീസ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന ക്രോസ് ഓവർ കേബിൾസിന്റെ ആവശ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? എലിമിനേറ്റ് ചെയ്യാണ്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇനി next question, dash is specially designed for the twisted pair cable. Twisted pair cable ന് വേണ്ടി നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തെടുത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വയർ കട്ടർ, ഓപ്ഷൻ ബി വയർ സ്ട്രിപ്പർ, ഓപ്ഷൻ സി ക്രിം ടൂൾ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഓൾ ഓഫ് ദീസ്. ഏതാണ് നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിളിനായിട്ട് നമ്മൾ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തെടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വയർ കട്ടേഴ്സ്. So this wire cutters are especially designed for this twisted pair cable. Okay. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which device is used to measure the length of a network cable as well as the breaks in the cable? അതായത് ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് കേബിളിന്റെ മെഷർമെന്റ് എടുക്കുന്നത് ആൻഡ് എന്തെങ്കിലും കൈൻഡ് ഓഫ് ബ്രേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ബ്ലോക്ക് നമ്മുടെ കേബിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടൈം ഡൊമൈൻ ഡിഫ്ലക്ടോമീറ്റർ, ഓപ്ഷൻ ബി കേബിൾ സർട്ടിഫയർ, ഓപ്ഷൻ സി ക്രിം ടൂൾ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ നെറ്റ്വർക്ക് കേബിളിന്റെ ലെങ്ത് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ എനി കൈൻഡ് ഓഫ് ബ്ലോക്സ് അല്ലെങ്കിൽ ബ്രേക്സ് നമ്മുടെ കേബിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടൈം ഡൊമൈൻ റിഫ്ലക്ടോമീറ്റർ ആണ്. സോ ദിസ് ഇസ് ദ ഡിവൈസ്. സോ ദിസ് ടൈം ഡൊമൈൻ റിഫ്ലക്ടോമീറ്റേഴ്സ് is the device that is used to measure the length of the network cable, and also it will also makes you sure on knowing the breaks in the cable. Okay, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് how does the wiring of a straight through cable differ from crossover cable? എങ്ങനെയാണ് ഈ പറയുന്ന straight through കേബിളും അതുപോലെ തന്നെ ക്രോസ് ഓവർ കേബിൾ എങ്ങനെ അതിൽ നിന്നും ഡിഫറെന്റ് ആവുന്നു, ആ വയറിംഗിൽ എങ്ങനെ ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് the colors of the wires are different at each end. രണ്ട് എൻഡിലും കളർ എന്ന് പറയുന്നത് വയറിന്റെ കളർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി the gauge of wires is different. വയറിന്റെ ഗേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇനി ഓപ്ഷൻ സി to the transmit and receive pins are swapped at each end. അതായത് രണ്ട് എൻഡിലും ട്രാൻസ്മിറ്റ് പിന്നും അതുപോലെ തന്നെ റിസീവിംഗ് പിന്നും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്വാപ്പ് ചെയ്തിട്ടുണ്ടാവും. അല്ല ഓപ്ഷൻ ഡി the wiring pattern is identical at both end. both എൻഡിൽ അതിന്റെ വയറിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് identical ആയിരിക്കും. so how does this wiring of this straight through cable differ from crossover cable എന്നാണ് ചോദിച്ചിരിക്കുന്നത്. so the answer is wiring pattern. option D, the wiring pattern is identical at the both end. രണ്ട് എൻഡിലും വയറിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് എന്താവും, ഐഡന്റിക്കൽ ആയിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ക്രോസ് ഓവർ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ നമ്മൾ ക്രോസ് ഓവർ കേബിൾ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ,